ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ സാധാരണ പോലെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 6:30 സമയത്താണ് വർക്കിന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഒരു വെള്ളക്കുപ്പിയും ക്ലോത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടി മേലെയാണ് ഇട്ടിട്ടുള്ളത്. ഇന്നലെ വാട്ടർ സർവീസ് കഴിഞ്ഞിട്ട് മേലെയാണ് ഇട്ടിട്ടുള്ളത്. വണ്ടിമ്മ വലിയ ചളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ ദിവസമായിക്കൊണ്ട് ഫുൾ സർവീസ് ചെയ്തിട്ട് അടിയൊക്കെ നടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതായിരുന്നു ഇന്നലെ. വണ്ടി എന്തായാലും ഒന്ന് കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കോൾഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചിറ്റിരപ്പള്ളി സ്ക്വയറിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമുക്ക് ഊബറിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വ്യക്തിപരമായ ഓഫ്ലൈൻ ട്രിപ്പുകൾ ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴാണ് ചോദിച്ചാണാവും. അപ്പോൾ ആദ്യം ട്രിപ്പ് എടുക്കാൻ വേണ്ടി ആദ്യം മുണ്ടമ്പാലം ഭാഗത്തേക്ക് പോയി. അപ്പോൾ ചിറ്റിരപ്പള്ളി സ്ക്വയറിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടാണ് പോകുന്നത്. അത് നമ്മളെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം 2 ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് സ്മാർട്ട് സിറ്റിക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ നല്ല മഞ്ഞ് കാണിക്കുന്നുണ്ട്, പക്ഷേ തീരെ തണുപ്പില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു. പിന്നെ ഇന്ന് ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയും കൊണ്ട് നമ്മൾ നേരെ കാക്കനാട് CNG പമ്പിലേക്ക് വന്നു. അവിടുന്ന് ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു. അതിനിടയ്ക്ക് നമുക്കൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പമ്പിലാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അർജന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ക്യാൻസലായി. നമുക്ക് വീണ്ടും ഇൻഫോ പാർക്കിലേക്കാണ് ട്രിപ്പ് അടിച്ചത്. അങ്ങനെ ഒരു 10:45 നമ്മൾ വീണ്ടും ആംബിയൻസിൽ വന്നിട്ട് അവിടുന്ന് ഒരു പുട്ടും ഗ്രീൻ പീസും കഴിച്ചു. പിന്നീട് നമുക്കൊരു 3 ട്രിപ്പും കൂടി ഓടിയതിനു ശേഷം നമുക്ക് പൊന്നൂരിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർസിറ്റി ട്രിപ്പ് ആയിരുന്നു. അതൊരു 3:30 സമയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ. അതൊരു സെമിത്തേരിയിലേക്കായിരുന്നു. അങ്ങനെ അവിടെ ഒരു മണിക്കൂർ നിന്നിട്ട് 7:30 സമയപ്പോൾ നമ്മൾ നേരെ കടവന്തരയിലേക്ക് തന്നെ എത്തി. പിന്നെ അവിടുന്ന് നേരെ ഡെസ്റ്റിനേഷൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ കാക്കനാട് CNG പമ്പ് കയറി. അപ്പോൾ അവിടെ CNG ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. ബിയിൽ 440 കിലോമീറ്റർ ഓടിയത്. അപ്പോൾ ഇനി ഏതായാലും ഒന്ന് പോയിട്ട് ഒന്ന് കടന്നുറങ്ങട്ടെ, നല്ല ക്ഷീണം.